ബിഗ് ബോസ് സീസൺ 6 ഡേ 2ലേക്ക് എത്തിയിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ് ആണ്. സകല മേഖലകളിലും എല്ലാ കോണുകളിലും ഗംഭീരമായിട്ടുള്ള പ്ലാനിങ് ആണ്. അതിനകത്ത് ചില ആളുകളുടെ കളിയൊക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ മടുപ്പ് തോന്നും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതുവർഷത്തിൽ സ്കൂളിലേക്ക് പിള്ളേർ വരുന്ന സമയത്ത് അവർ സ്റ്റാർ ആവാൻ വേണ്ടി വലിയ കളികൾ പ്ലാൻ ചെയ്യുമല്ലോ. എന്നിട്ട് അവസാനം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും മടുത്തിട്ട് മാറി എവിടെയെങ്കിലും ഇരുന്ന് പൊട്ടിക്കരയും. ആ ഒരു സിറ്റുവേഷനിലേക്കാണ് പല പ്ലേയേഴ്സും പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ എക്സാമ്പിളാണ് രതീഷ്. ഈ രതീഷ് നമ്മൾ ഇന്നലെയും ഇന്നും ഒക്കെ രതീഷിനെ കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ടി വരും. കാരണം രതീഷ് ആ ഒരു അമിത ആവേശത്തിലെത്തിയ ആദ്യ ദിനങ്ങളിൽ മറ്റേ പുതുവത്സരത്തിൽ സ്കൂളിലെത്തിയ ഒരു കിഡിനെ പോലെ ഓടി നടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസുകളാണ്. ഇന്ന് രാവിലെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ജിൻഡോയ്ക്ക് സ്ത്രീകളോടൊരു ബഹുമാനമില്ല. ജിൻഡോ സ്ത്രീകളുടെ അടുത്ത് ഇങ്ങനെ കയറി ചെന്നിട്ട് സംസാരിക്കുന്നു. സ്ത്രീകൾ പേടിക്കാൻ സാധ്യതയുണ്ട്. രാവിലെ തന്നെ നമ്മുടെ രതീഷിന്റെ കുറച്ച് കേരട്ടായി പരിപാടികളൊക്കെ. ഈ ബിഗ് ബോസ് ഹൗസിൽ ആളുകൾ ഇത്തരത്തിൽ ഉപദേശിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരൊറ്റ ഐഡിയ ഉള്ളൂ. ആൾക്കാർ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ആളുകളുടെ മുൻപിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ പേഴ്സണലായിട്ട് ഒരാളെ വിളിച്ച് ഇത്തരത്തിലൊരു ആരോപണം ആൾക്കാർ ഉന്നയിക്കും. ഇല്ല, ഇപ്പൊ ജിൻഡോനെ അങ്ങനെ ഒന്ന് നെഗറ്റീവ് ആക്കി സ്വയം ഒന്ന് സ്റ്റാർ ആവാൻ വേണ്ടിയുള്ള രതീഷിന്റെ പ്രകടനമാണ് രാവിലെ കണ്ടത്. പക്ഷെ ജിൻഡോ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല. ജിൻഡോ അത് കറക്റ്റായിട്ട് തന്നെ തിരിച്ചു കൊടുത്തു. അവിടെ നമ്മുടെ ജാൻമണിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് രതീഷിന് തിരിച്ചടിച്ചു. രതീഷും അങ്ങനെ തന്നെയാണ്, സ്ത്രീകളോട് രതീഷ് അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പോൾ രതീഷ് മൊത്തത്തിൽ പറഞ്ഞൊപ്പിക്കാനായിട്ട് ശ്രമിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ എല്ലാ ആൾക്കാരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. സിജു സ്ത്രീയാണോ, അതേപോലെ തന്നെ റോക്കി സ്ത്രീയാണോ, ഞാൻ എല്ലാ ആൾക്കാരോടും ദേഷ്യപ്പെടാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊന്ന് മാനേജ് ചെയ്തു. ഇത് അമിത ആവേശത്തിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അല്ലാതെ അയാൾക്ക് അവിടെ ഒരു പരിപാടി നടക്കുന്നില്ല. അല്ലാതെ ഗെയിം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പരിപാടി രതീഷിന്റെ അടുത്തില്ല. അതിനുശേഷം രതീഷ് ഈ ഒരു പരിപാടി ഒന്ന് ന്യൂട്രലാക്കാൻ വേണ്ടി അടുത്ത സാധനം ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ചൊറിയുന്നത് അല്ലെങ്കിൽ ഞാൻ ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എല്ലാ ആൾക്കാരെയും ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ്. നേരെ അടുത്ത സാധനം എടുത്തിട്ടു നോറെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു ഡിസ്കഷൻ. അപ്പോൾ അതിലേക്ക് നയിച്ച വേറെ കുറേ ഡിസ്കഷൻസ് ഉണ്ട്, ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പം ഈ ഒരു ഡിസ്കഷനും പുള്ളിക്ക് എതിരായിട്ട് വന്നു. അപ്പോൾ ആൾക്കാർ നേരെ തിരിഞ്ഞു. നോറയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, നോറയ്ക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്. രതീഷ് വന്നതുകൊണ്ടൊന്നുമല്ല നോറ ആക്റ്റീവ് ആയത്, അവിടെയും രതീഷ് പാളി. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു അമിതാവേശം പലയിടത്തുണ്ട്. ഇനിയിപ്പോൾ സിജോ, ഋഷി, റോക്കി ഇത്തിരി ഡൗൺ ആയി, കാരണം നോമിനേഷനിലേക്ക് വന്നു. അതേപോലെ തന്നെ ഇന്നലത്തെ ഗെയിം പ്ലാൻ അത്ര അധികം നൈസായിട്ട് വർക്കൗട്ട് ആവില്ല. ടോട്ടലി തനിക്കെതിരെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. ഇത്തിരി ഡൗൺ ആയി. ആദ്യ ദിനങ്ങളിലെ റോക്കി അല്ല ഇപ്പോൾ നമ്മളുടെ മുൻപിലുള്ള റോക്കി. അപ്പോൾ സിജോ, ഋഷി, റോക്കിയൊക്കെ വലിയ പ്ലാനിങ് ആണ്. അവർ ശ്രീരേഖയെ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം പ്ലാൻ അവസാനം എന്തുകൊണ്ട് അർജുനെ സപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ ശ്രീരേഖ അറിയാലോ, ഇപ്പൊ എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. ക്യാപ്റ്റൻ ആകാനായിട്ടുള്ള എല്ലാ അവസരവും എല്ലാ ആളുകൾക്കും ഉണ്ട്. ശ്രീരേഖ തന്റെ കയ്യിലുള്ള ബോളൊക്കെ എണ്ണി നോക്കിയിട്ട് ക്യാപ്റ്റൻ ആവാനായിട്ടുള്ള വകുപ്പില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അർജുനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ശ്രീരേഖ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു. ആ ഒരു ക്ലാരിഫിക്കേഷൻ ഓക്കെയാണ്, അതൊരു ഗുഡ് ഗെയിമറുടെ ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. ശ്രീരേഖ പറയുന്നു ഇത് എല്ലാവരും കൂടി ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കേണ്ട ഒരു കളിയായിരുന്നു. അവിടെ ഒരു മാസ്റ്റർ ബ്രെയിൻ വന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ട്രൈ ചെയ്തു. അവസാനം ഇൻഡിവിജ്വലായിട്ട് കളിച്ച് മുന്നേറിയ അർജുനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അവിടെ അത് ഓക്കെയാണ്. പക്ഷേ സിജോയും അതേപോലെ തന്നെ റോക്കി ബാക്കിയുള്ള ആളുകൾ ഭയങ്കര ഗംഭീരമായിട്ടുള്ള പ്ലാനിങ് ആണ്. സിജോ, റോക്കി അങ്ങനെയുള്ള ആൾക്കാർ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് നടക്കാതെ പോകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഒരു ഇംപ്രഷൻ ആളുകൾക്ക് ഇട്ടുകൊടുത്തു. അതേപോലെ മാറി നിന്ന് നൈസായിട്ട് നോക്കി കാണാനായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, എങ്ങനെയാണ് കളി പോകുന്നത് എന്ന് നോക്കി കാണാനായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൽ നിന്ന് നൈസായിട്ട് അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. ഫുള്ള് ഇപ്പോൾ തന്നെ അവർ വിചാരിക്കുന്ന കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ട്, ബാക്കിയുള്ള ആൾക്കാർ അവരിൽ കാണുന്ന ചില കോമ്പറ്റീഷൻ ഉണ്ട്, അതങ്ങനെ ആ വഴിക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇതിനോടൊപ്പം തന്നെ രതീഷിന്റെ പല ഗെയിം പ്ലാനുകൾ സൈഡിൽ കാണാൻ പറ്റും. കുറച്ച് നേരം നമ്മൾ നോക്കി നിന്ന് കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് വരുന്ന ഒരു തരത്തിലുള്ള ഗെയിമാണ്. അപ്പം രതീഷിന് ഭയങ്കരമായിട്ട് മറ്റേ വില്ലൻ ഒബ്സഷൻ ആയിരുന്നു ഇന്നലെ. ഇന്നെന്ന് പറയുമ്പോൾ വേറൊരു സംഭവമാണ്. വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഒരു സ്പേസ് ഉണ്ടാക്കണം. രണ്ടാമത്തെ ദിവസമായപ്പോൾ തന്നെ ഇത്തരത്തിൽ എഫേർട്ട് എടുക്കുക എന്ന് പറയുന്നത് അമിതാവേശം തന്നെയാണ്. വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഒരു കോൺട്രവേഴ്സി എന്തെങ്കിലും ഉണ്ടാക്കി ലാലേട്ടനെ കൊണ്ട് പേര് മെൻഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് രതീഷിന്റെ പുതിയ പരിപാടി. അപ്പം പലതവണ ഇന്നലെ തൊട്ട് ഇന്ന് വരെ ഞാൻ നോക്കുമ്പോൾ പലതവണയായിട്ട് രതീഷ് ഓരോ ഇഷ്യൂ വരുന്ന സമയത്ത് റീവാച്ച് ചെയ്യുക, ആ ഒരു വീഡിയോ എടുത്ത് നോക്ക്, ലാലേട്ടൻ വരുമ്പോൾ പറയുക എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ട്. ശരിക്കും ഇതും ഭയങ്കര എവിഡന്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് അമിതാവേശമാണ്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് രതീഷ് ഡൗൺ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇങ്ങനെ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റും? അങ്ങനെ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ വേറെ റേഞ്ചിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കേണ്ടി വരും. അതിനുശേഷം ശരണ്യ ആനന്ദിന്റെ അടുത്തും പോയി ഇദ്ദേഹം ഇതേ പരിപാടി തന്നെ ചെയ്യുന്നുണ്ട്.
ഇത് ബേസിക്കലി ഗെയിമിനകത്തെ രസം കൊല്ലുന്ന ഒരു സംഭവമാണ്. ഓക്കെയാണ്, എല്ലാം മൊത്തത്തിൽ ആക്റ്റീവാണ്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിം സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രതീഷ് ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനം അടിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ആവർത്തന വിരസതയാണ് പ്രേക്ഷകർക്കുള്ളത്. ഇനി പുറത്തെ കാര്യങ്ങൾ ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രതീഷിന് വലിയ കുഴപ്പമില്ലാത്ത ഒരു സപ്പോർട്ടുണ്ട്. അതൊരു സപ്പോർട്ടല്ല, അതൊരു തരം ആസ്വാദനമാണ്. കാരണം ബിഗ് ബോസ് ഹൗസിൽ ഒച്ച ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എത്ര ബോറിംഗ് ആണ് എന്നുള്ളത് ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് രതീഷിന് കുറച്ച് നാളുകളെങ്കിലും ആ ഒരു ഒരു സപ്പോർട്ടിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ ഇനിയിപ്പോൾ ഹീറോ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടല്ലോ, സാധാരണ വരുന്നതാണ്, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ആളുകൾക്ക് ആരാധന തോന്നുന്ന ചില ആളുകൾ. ഇപ്പോൾ അർജുൻ വലിയ കാര്യമായിട്ടുള്ള പെർഫോമൻസുകൾ കാഴ്ചവെച്ചില്ല എന്നുണ്ടെങ്കിലും ഇന്നലത്തെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ സപ്പോർട്ടും ബാക്കി ആളുകൾ അദ്ദേഹത്തെ നോക്കിക്കാണുന്ന ഒരു രീതിയും അദ്ദേഹത്തിന്റെ ടോട്ടൽ ചാമൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഹീറോ പരിവേഷം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വലിയ പണിയെടുക്കാതെ തന്നെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ സിജോയ്ക്ക് കിട്ടുന്ന സപ്പോർട്ട് സിജോ ഒരു ഗംഭീരമായിട്ടുള്ള ഗെയിം പ്ലാനർ ആണ് എന്നുള്ള ഇമേജ് പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിജോയ്ക്ക് ഒരു സപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ സിജോ വരുന്ന സമയത്ത് തന്നെ ഈ ഹീറോയ്ക്കായിട്ടുള്ള ചില സാധനങ്ങൾ എലമെന്റുകൾ അഡാപ്റ്റ് ചെയ്ത് അത് പുറത്തേക്ക് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ ആകൃഷ്ടമായിട്ടുള്ള കുറേയധികം ആളുകളുണ്ട്. അപ്പോൾ സിജോ, അർജുൻ പോലെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ആദ്യ സമയങ്ങളിൽ തന്നെ സപ്പോർട്ട് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഗബ്രി ശരിക്കും പറഞ്ഞാൽ ഒരു സൈലന്റ് പ്ലെയർ ആണ്. ഗബ്രി അത്യാവശ്യം നല്ല ഒപ്പീനിയൻ പറയുന്ന ഒരാളാണ്, നിലപാടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അൺഫെയർ എന്ന ആളുകൾ വിളിക്കുന്ന എന്നാൽ കളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗെയിമിനെ എങ്ങനെ ഗബ്രി നോക്കിക്കാണും എന്നുള്ളത് മാത്രമാണ് ഡൗട്ട്. അപ്പോൾ ഇതുവരെ ഗബ്രി, അതേപോലെ തന്നെ അർജുൻ, സിജോ എന്നിവരാണ് മുന്നിട്ട് നിൽക്കുന്നത് പ്രേക്ഷകരുടെ ആ ഒരു രീതിയിൽ. ഗെയിമേഴ്സ്, ഗെയിം പ്ലാനിങ്, അതൊക്കെ അതിൻ്റെ കൂടെ ഇഷ്ടം പോലെ വേറെ നടക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് മലയാളികളുടെ പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്. കമന്റ് ബോക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. ഇനി ബിഗ് ബോസിന്റെ കളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സുരേഷ് സാറിനെ ആളുകൾക്ക് ചെറിയ രീതിയിൽ ബോറടിച്ചു തുടങ്ങി. കാരണം അദ്ദേഹം വേറെ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ അവിടുത്തെ ഷിജു ഒക്കെ പോലെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് കുറച്ചധികം ആളുകളെ വായിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളുകളോട് സംസാരിക്കാനായിട്ടും അവർക്ക് കെയർ കൊടുക്കാനായിട്ടും ഷിജുവിനെ പോലെയൊക്കെ നമുക്ക് സുരേഷ് സാറിനെയും നോക്കിക്കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കറക്റ്റ് ആയിട്ടുള്ളൊരു ടാസ്ക് കൊടുത്തു. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കലാപരമായിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടർ എടുത്തിടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സുരേഷ് സാറും രതീഷും ഒക്കെ സ്കോർ ചെയ്യും. അപ്പോൾ സുരേഷ് സാറിന് കൈനോട്ടക്കാരൻ്റെ ഒരു റോൾ കൊടുത്തു. അദ്ദേഹം ഭംഗിയായിട്ട് എക്സലൻ്റ് ആയിട്ട് അത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സൗണ്ട് മാറ്റാനായിട്ടുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് അപാരമാണ്. അപ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹം ആളുകളുടെ കൈ നോക്കി പറയുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫുള്ളായിട്ട് നിങ്ങളോട് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കുറെ ആളുകളെ നോക്കിയ സമയത്ത് നമ്മൾക്കറിയാവുന്നതുപോലെ അവരുടെ പ്രൊഫൈൽ പോലെ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ടീനേജും ഒക്കെ വെച്ചിട്ട് നൈസായിട്ട് ഒരു പേഴ്സണൽ രീതിയിലാണ് പോയത്. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. മോർണിംഗ് ടാസ്കുകൾ ഞാൻ കാര്യമായിട്ട് ലൈവ് മുഴുവൻ കണ്ടില്ല എന്നുണ്ടെങ്കിലും മോർണിംഗ് ടാസ്ക് മസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കാറുണ്ട്. കാരണം അവിടെയാണ് ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് കറക്റ്റായിട്ട് ചില സത്യങ്ങളൊക്കെ പുറത്തേക്ക് തള്ളി അങ്ങോട്ട് വിടും. അവിടെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് തോന്നിയ കാര്യങ്ങൾ, ബിഗ് ബോസ് ഹൗസിൽ ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് തോന്നിയ കാര്യങ്ങൾ, ഗെയിമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുള്ളത് ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ഗെയിമിന്റെ ഒരവസ്ഥയാണ് സുരേഷ് സാറ് അവിടെ പല ആളുകളുടെയും കാര്യത്തിൽ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് എടുത്ത് പറയേണ്ട തരത്തിലുള്ള കമന്റ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പല ആളുകളോടും കോമൺ ആയിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കോമ്പറ്റീറ്റർ അല്ല നിങ്ങളുടെ കോമ്പറ്റീറ്റർ എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ ഓവർ സെൻസിറ്റീവ് ആണ്, നിങ്ങൾ നല്ല ആളാണ്, നല്ല ഫ്രണ്ടാണ് എന്നുള്ള തരത്തിലൊക്കെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു. എല്ലാവരുടെയും ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാര്യങ്ങൾ പറയാൻ വേണ്ടിയുള്ള ടാസ്ക്കാണ് സുരേഷ് സാറിന് കൊടുത്തത്. മോർണിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ വരുന്ന ആളുകൾ അവർക്ക് അന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ആയ സമയത്ത് ഒരു ഫോട്ടോ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫോട്ടോ കൊടുക്കും. അതിന് മുൻപ് തന്നെ ഭൂതം, ഭാവി, വർത്തമാനം ഒക്കെ അവരെ കുറിച്ചിട്ട് പറയും. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. പുള്ളിയുടെ ഒരു അടിഞ്ഞാട്ടാണ് അവിടെ കണ്ടത്. പുള്ളി പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് നല്ല രീതിയിൽ യൂസ് ചെയ്തു. മറ്റേ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം പുള്ളി അവിടെ കളിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പുള്ളിക്ക് മൈൻഡ് ഗെയിം ഒക്കെ അത്യാവശ്യം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മച്ചാനാണ്. നമുക്ക് പുള്ളി കുറച്ച് സൈക്കോളജിക്കലായിട്ട് അനലൈസ് ചെയ്തു എന്ന് തോന്നിയാലും അദ്ദേഹം ആ ഒരു ടാസ്കിലെ കലാപരമായിട്ടുള്ള എലമെന്റുകളിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ കൂടുതൽ പരിപാടികൾ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ പുള്ളിക്ക് ഗെയിം കളിക്കാനായിട്ടുള്ള ഇഷ്ടം പോലെ അവസരം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത് ഭയങ്കര രസകരമായിട്ട് അങ്ങ് ചെയ്ത് കളഞ്ഞു. അവിടെ ഗെയിം കളിക്കേണ്ടതായിരുന്നു. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റികളിൽ ഗെയിം കളിച്ചിട്ട് കയറി വന്നിട്ടുള്ള പല സിറ്റുവേഷൻസും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മുന്നത്തെ സീസൺസിൽ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. ഓരോ ആളുകളുടെ ഉള്ളിലേക്ക് ചില പേടികൾ, ചില ഭീതികൾ, അതേപോലെ തന്നെ അവരെ കുറിച്ചിട്ട് വിചാരിച്ചിരിക്കുന്ന ഇമേജുകൾ, അതൊക്കെ ഇട്ടുകൊടുക്കാനായിട്ടും മാറ്റി കൊടുക്കാനായിട്ടും ഒക്കെ കിട്ടുന്ന ഒരു അവസരമാണ് ഈ മോർണിംഗ് ആക്ടിവിറ്റികളിൽ ഈ ഒരു മൈൻഡ് റീഡിങ് പരിപാടികൾ.
ഇപ്പം സിജോനെ എല്ലാവരും കൂടെ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് അങ്ങ് അവരോധിക്കുന്നുണ്ട്. അപ്പോൾ സിജോയ്ക്ക് ഒരു തോന്നലുണ്ടാവും, ഓക്കെ താനൊരു മാസാണ് എന്നുള്ളത്. ഈ ഒരു മാസാണ് എന്നുള്ള തോന്നൽ ഒഴിവാക്കാൻ വരുന്ന സിറ്റുവേഷൻസ് ആണ് ഇതുപോലുള്ള സിറ്റുവേഷൻസ്. അതേപോലെ കുറേയധികം ആളുകൾ ഒരാളെ മാസാക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയിൽ അങ്ങനെയുള്ള ആളുകളുടെ ചിന്തയെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്, അല്ലാതെ ഞാൻ പറയുന്ന ഒരു സ്ട്രാറ്റജി ഒന്നുമല്ല. സ്ഥിരമായിട്ട് ഹൗസിൽ കണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ ആണെങ്കിലും അവസാനം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ജേർണലിസ്റ്റുകൾ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്താണ്, ഹൗസിലുള്ള ആളുകളുടെ മൊത്തത്തിലുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, അവർക്ക് അവരെക്കുറിച്ചിട്ടുള്ള ചിന്ത, അത് മൊത്തം മാറ്റിക്കുക, അവരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അത് കണ്ടസ്റ്റൻസും ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, അത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതാണ് മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഒരു പരിപാടി. ഇതിനുശേഷം ധാരാളം ആക്ടിവിറ്റികൾ നടക്കാനുണ്ട് എന്നുള്ളതാണ് ലൈവിൽ നിന്നിട്ട് ബിഗ് ബോസ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഇന്ന് ധാരാളം ആക്ടിവിറ്റികൾ, ടാസ്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അടി, പിടി, അലമ്പ്, ഒച്ചയിടൽ, ഈ പറയുന്ന പരിപാടികൾക്ക് ഇവിടെ ഒരു പഞ്ഞം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. കാരണം ഇവർക്ക് ആകെ അറിയാവുന്ന, ആകെ അവർ പയറ്റി തെളിയാൻ ഉറപ്പിച്ചു വന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് തല്ലുകൂടലാണ്. പിന്നെ മറ്റേ ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തതുപോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നിലപാടുകൾ, അങ്ങനെയുള്ള മറ്റേ എന്തെങ്കിലും കഴമ്പുള്ള ടോക്കൊന്നുമില്ല. വെറുതെ മറ്റേ ചെറിയ ഞഞ്ഞാവിഞ്ഞ കേസ്, മറ്റേ രതീഷ് പറയുന്നതിൽ വാലെ പിടിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഉള്ളൂ. ഗെയിമാണ്, ഫുൾ ടൈം ഗെയിമുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ചും കൂടെ പുറത്തു നിന്നുള്ള കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഡിസ്കഷൻസ്, വട്ടം കൂടിയുള്ള വർത്തമാനങ്ങൾ, അതിനകത്ത് ചില പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒരു രസമുണ്ട്. അതിനകത്ത് വേറൊരു രസമുണ്ട്. ചില ആളുകളുടെ നിലപാടുകളെ, ക്യാരക്ടറുകളൊക്കെ പുറത്തേക്ക് വരുന്ന അങ്ങനെയാണ്. ഇതിപ്പോൾ എല്ലാം ഗെയിമേഴ്സാണ്. ഇതിനൊരു ഗുണമുണ്ട്, നമുക്ക് കൂടുതൽ ഹാർഡായിട്ടുള്ള ഒരു ഫാൻ ഫീലിംഗ് ഒന്നും ആരോടും തോന്നാനായിട്ടുള്ള സാധ്യതയില്ല. പക്ഷേ പുറത്ത് കോളിളക്കം ഉണ്ടാക്കുന്ന വാർത്തകൾ, ബിഗ് ബോസിന് പുറത്തേക്ക് പോകുന്ന വാർത്തകൾ വരുന്ന സമയത്താണ് ഷോ ഇങ്ങനെ ഹൈപ്പിലേക്ക് പോകുന്നത്. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും സാധിക്കുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നന്ദി.